വെറുപ്പിന്റെ നുണയുടെ ആ ഫാക്ടറിയിൽ നിന്നും സന്ദീപ് വാര്യർ പുറത്തു ചാടാനുള്ള കാരണം എന്തായിരിക്കും? അദ്ദേഹം തന്നെ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. കുറെ വർഷമായി ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, BJPക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പെറുന്നത്. ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന്, ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഞാൻ ഒറ്റിക്കൊടുത്തവൻ, ബലിദാനികളെ മറന്നവൻ, ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയംസേവകരോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയംസേവകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച്, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരംതാണു പോയത്? പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരംതാണു പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം. ആ സംഘടന ഇന്നും തുടരുന്ന, അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരെല്ലാവരും സാധാരണക്കാരാണ്. നിത്യജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട്. ഇന്ന് ഞാൻ വരുമ്പോൾ കേട്ടത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും KPCC പ്രസിഡന്റിനെതിരെയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവമൊക്കെ ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പാലക്കാട്ടെ സ്വയംസേവകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, BJP പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി, സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല.